ml, അതായത് ഒരു ഗ്ലാസ് പാല് നമ്മൾ കയ്യിലെടുക്കുക. ഇത് നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്യുക. വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നു, അതായത് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ കൃത്യം ഫോളോ ചെയ്യുക. രണ്ട് നേരത്തെ ഭക്ഷണം, ഒരു ദിവസത്തിൽ നമ്മൾ രണ്ട് നേരത്തെ ഭക്ഷണം നമ്മൾ ഭക്ഷണത്തിന് പകരമായിട്ട് നമ്മൾ ഈ ഷേക്ക് മിക്സ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മളിപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഉച്ചയ്ക്ക് നമ്മൾ ചോറും കറികളും കൂട്ടി കഴിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് ആണ് കുടിക്കുക. അതിനുശേഷം നമ്മൾ ചോറൊന്നും കഴിക്കുന്നില്ല. ലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് ആണ്. പിന്നെ വൈകുന്നേരം കഴിഞ്ഞു രാത്രിത്തെ ഡിന്നറിന് പകരം നമ്മൾ കഴിക്കുന്നതും മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് ആണ്. ഇതാണ് വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കഴിക്കുന്നത്. പിന്നെ ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് വാരി വലിച്ച് നമ്മൾ ഈ പറഞ്ഞ ബർഗറും പിസയും കഴിക്കുന്നതല്ല. നമ്മുടെ ഈ പറഞ്ഞ പിന്നീട് വരുന്ന ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ഒരു നേരത്തെ, മൂന്ന് നേരത്തെ ഭക്ഷണത്തില് ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ന്യൂട്രീഷൻ നിറഞ്ഞതായിരിക്കണം, അതായത് പോഷകാഹാര സമൃദ്ധമായിരിക്കണം. നമ്മളിപ്പോ ചോറാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ചെറിയ അളവിൽ മാത്രം ചോറ് എടുക്കുക, കൂടുതൽ പച്ചക്കറികൾ നമ്മൾ ആഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഇലക്കറികളൊക്കെ ആഡ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇലക്കറികളായിട്ടുള്ള സ്പിനാച്ച്, അതായത് ചീര, പിന്നെ അതുപോലെ നമുക്ക് ഈ പറഞ്ഞ രക്തം നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബീട്രൂട്ട്. ഇതുപോലുള്ള വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ മീൽസിൽ, അതായത് നമ്മുടെ ഊണിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വെയിറ്റ് മാനേജ് ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഇപ്പൊ ഉള്ള വെയിറ്റ് തന്നെ മതി, എനിക്ക് ഇതിൽ കൂടുതൽ വെയിറ്റ് ഒന്നും വേണ്ട, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായിട്ട് ഈ ഒരു ഷേക്ക് മിക്സ് നമ്മൾ കഴിക്കുക, ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം. പിന്നീട് നമ്മൾ കഴിക്കുന്ന രണ്ട് നേരത്തെ ഭക്ഷണത്തിന് പകരം എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, പക്ഷേ ന്യൂട്രീഷ്യസ് ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻസ്, ഇപ്പൊ ചിക്കനൊക്കെ കഴിക്കാം, പക്ഷെ ഓവറായിട്ട് കഴിക്കരുത്. പ്രത്യേകിച്ച് ഡീപ് ഫ്രൈ ചെയ്ത ഇപ്പൊ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ നമുക്കിപ്പോ അവൈലബിൾ ആണ്, KFC അവൈലബിൾ ആണ്. പക്ഷെ അതല്ല നമ്മൾ ഈ പറഞ്ഞ ന്യൂട്രീഷ്യസ് ചിക്കൻ. ചിക്കൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും സ്പൈസസും ഒരുപാട് കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നോർമൽ ആയിട്ട് നമുക്ക് ആവശ്യത്തിന് കഴിക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ പീസ് ചിക്കൻ നമുക്ക് ചിക്കൻ കറി ഒക്കെ ആണെങ്കിൽ നമുക്കത് നമ്മുടെ ഊണിന്റെ കൂടെ കഴിക്കാം. പക്ഷെ ഓവറായിട്ട് നമ്മൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ആണ് ഷേപ്പ് ഷിഫ്റ്റിന്റെ ഇതിൽ. ഇത് നമുക്ക് അൺഫ്ലേവേർഡ് ആണ്, അതായത് നമുക്ക് പ്രത്യേകം ഫ്ലേവേഴ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്യപ്പെടുന്നില്ല. നമുക്ക് വളരെ ഐഡിയൽ ആയിട്ട് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ സോയ്, അതുപോലെ വീറ്റ്, പീ, ഈ മൂന്ന് തരത്തിലുള്ള സംഭവത്തിൽ നിന്നും എടുക്കുന്ന ഒരു പ്രോട്ടീൻ പൗഡർ ആണ് നമ്മുടെ ഈ ഒരു പ്രോട്ടീൻ പൗഡർ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ ആവശ്യം പ്രോട്ടീൻസ് ആണ്. ഈ പ്രോട്ടീൻസ് ഉണ്ടാകുന്നത് അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന 9 എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യമുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. അത് നമ്മുടെ ബോഡിക്ക് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഈ 9 തരത്തിലുള്ള അമിനോ ആസിഡ്സ് നമുക്ക് ഈ ഒരു ഉൽപ്പന്നത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ വിശപ്പ് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അതായത് ഓവറായിട്ട് എപ്പോഴും വിശപ്പ് ഉണ്ടാക്കുന്നതല്ല നമ്മുടെ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ഒരു ഫുള്ളായിട്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നമ്മുടെ ആവശ്യത്തിന് നിറയണം. ആ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉൽപ്പന്നത്തിലൂടെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഓവറായിട്ട് വിശക്കുന്ന ആൾക്കാരാണ്, എപ്പോഴും വിശക്കും, ആ ഒരു പ്രോബ്ലം ഉള്ളവരാണെങ്കിലും നമുക്ക് ഈ ഒരു ഉൽപ്പന്നം യൂസ് ചെയ്യുന്നതിലൂടെ ആ ഒരു വിശപ്പിന്റെ ഒരു മാനേജ്മെന്റ് നമുക്ക് നടക്കും. ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ന്യൂട്രൽ ടേസ്റ്റ് ആണ്, അതായത് പ്രത്യേകിച്ച് ഫ്ലേവേഴ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വേഴ്സറ്റൈൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഉൽപ്പന്നത്തെയാണ് നമ്മൾ എടുത്തു പറയുന്നത്. നമുക്ക് എവിടെ വേണേലും ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇപ്പോൾ ലാക്ടോസ് ഇൻടോളറന്റ് ആയിട്ടുള്ള, അതായത് പാല് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അലർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ സംശയിക്കാറുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇത് ഡയറി ഫ്രീ ആണ്, അതായത് പാലിന്റെ അംശമൊന്നും ലാക്ടോസ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഫ്രീ ആണ്, കൊളസ്ട്രോൾ ഉള്ളവർക്കും യൂസ് ചെയ്യാം. വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഉൽപ്പന്നമാണ്. നോ ഫാറ്റ് ഒട്ടും തന്നെ നമ്മൾ ഇതിൽ കൺസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തെ പ്രോട്ടീൻ ഇൻടേക്ക്, പ്രോട്ടീന്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉൽപ്പന്നമാണ്. പ്രോട്ടീന്റെ അളവ് കൂടുതലുള്ള ആൾക്കാരാണ്, ചിലർക്ക് ക്രിയാറ്റിൻ ലെവലൊക്കെ കൂടിയിട്ട് പ്രോട്ടീന്റെ അളവ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അവർ മാത്രം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോട്ടീൻ പൗഡേഴ്സ് അത്ര രീതിയിൽ നമ്മൾ കഴിക്കുന്നതിന് ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ വരുന്ന ഇതിന്റെ യൂസേജ് ആണ്.
യൂസേജ് രണ്ട് തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് 12 വയസ്സിന് മുകളിലുള്ളവർക്കും, പിന്നീട് വരുന്നത് 5 വയസ്സും 12 വയസ്സിനും ഇടയിലുള്ളത്. ഈ 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ളവർക്ക് സ്കൂപ്പ് മാത്രം ഒരു ദിവസം മതിയാകും. ഒരു 12 വയസ്സും 12 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു സ്കൂപ്പ് നമുക്ക് ഒരു 3 നേരം നമുക്ക് ഡെയിലി കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഉൽപ്പന്നം തന്നെ നമുക്ക് വേണമെങ്കിൽ സാധാരണ ചൂടുവെള്ളത്തിലിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പോ നമുക്ക് പാലുണ്ടെങ്കിൽ പാലിന്റെ കൂടെ ചെയ്യാം. ഷേക്ക് വീട്ടിൽ അടിക്കുകയാണ്, ഷേക്കിന്റെ കൂടെ നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുന്നു, ഇപ്പൊ നമുക്ക് ചൂട് അടക്ക കൂടുതലാണ്, അപ്പൊ നമ്മുടെ വീട്ടിൽ ചിലപ്പോ തണ്ണിമത്തങ്ങ ജ്യൂസ് അടിക്കും, പൊട്ടുവളരയുടെ ജ്യൂസ് അടിക്കും. അപ്പൊ അതിന്റെയൊക്കെ കൂടെ നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിൽ ഇതുപോലൊരു സാധനം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുക പോലും ചെയ്യില്ല. തൈരിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ സൂപ്പില്, നമ്മൾ ഈ പറഞ്ഞ ആട്ടയില്, അതുപോലെ ബ്രെഡില്, കേക്കില്, ബിസ്ക്കറ്റില്, അങ്ങനെ എന്ത് സാധനത്തിലും നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ അവരറിയാതെ പ്രോട്ടീൻസ് കൊടുക്കാം. മുതിർന്നവർക്കായിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും അവർക്ക് അറിയാതെ തന്നെ ഈ ഒരു പ്രോട്ടീൻ ഇൻടേക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് നമ്മുടെ ഫാറ്റ് ബേർണർ ക്യാപ്സ്യൂൾസ് ആണ്. പേര് കേൾക്കുമ്പോൾ ഇതെന്താണ് സംഭവം നമ്മൾ ഞെട്ടിപ്പോവും. പക്ഷേ വളരെ എളുപ്പമാണ്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അത് ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ബേൺ ചെയ്ത് നമ്മൾ ഇല്ലാതാക്കി കളയും. അതുപോലെ തന്നെ നമ്മുടെ വിശപ്പ് നമ്മുടെ കൺട്രോൾ ചെയ്ത് നിർത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം കൂടിയാണ് നമ്മുടെ ഈ ഒരു ഫാറ്റ് ബേർണർ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലിൻ ലെവൽ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇൻസുലിൻ ലെവൽ കുറയ്ക്കുമ്പോൾ നമ്മുടെ ഷുഗർ ഒക്കെ പേഷ്യൻസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ഷുഗർ ലെവൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കും. പിന്നെ അതുപോലെ ഫാറ്റിന്റെ പ്രൊഡക്ഷൻ നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഫാറ്റ് ഉണ്ടാവുമല്ലോ, കൊഴുപ്പ്, അതിനെ മുറിച്ച് 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 നമ്മൾ ഇല്ലാതാക്കി കളയാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ശരീരത്തിലെ ടോക്സിൻസിനെ കളയാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അതെല്ലാം സഹായിക്കുന്നത് ഈ ഒരൊറ്റ ഉൽപ്പന്നത്തിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് കഴിക്കേണ്ട സമയം ഉണ്ട്. നമ്മൾ നോനി ജ്യൂസ് ഒക്കെ കഴിക്കുമല്ലോ, അതുപോലെ ഏകദേശം അതുപോലെയാണ് നമ്മളിത് കഴിക്കേണ്ടത്. ഇത് നമ്മുടെ ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ദിവസേന ഒരു ക്യാപ്സ്യൂൾ വെച്ചെന്ന രീതിയിൽ നമുക്കത് കഴിക്കാം എന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. കുട്ടികൾക്ക് നമ്മളത് കൊടുക്കേണ്ട, നമ്മൾ ഈ പറഞ്ഞ വെയിറ്റ് മാനേജ്മെന്റും വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന മുതിർന്ന വ്യക്തികൾക്കാണ് ഈ ഒരു ഫാറ്റ് ബേർണർ ക്യാപ്സ്യൂൾസ് നമ്മൾ റെഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറയുന്നത് ഫാറ്റ് ബേർണർ പ്രിമിക്സ് ആണ്. ഫാറ്റ് ബേർണറിന്റെ ക്യാപ്സ്യൂൾ മാത്രമല്ല, നമുക്ക് ഒരു പ്രിമിക്സും കൂടി ഉണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന നമ്മുടെ നാരങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൂടുതലും മലയാളികള് ചോറില്ലാത്തൊരു ദിവസം നമുക്കില്ല. ചോറ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഈ ശരീരത്തിലേക്ക് കാണുന്ന കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ എനർജി ആക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വിശപ്പ്, ഓവറായിട്ട് വിശപ്പ് വരുമ്പോഴാണ് നമ്മൾ ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നത്. ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ നോർമലി നമ്മുടെ ബോഡി അനങ്ങാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്താണ് വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോ നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താനായിട്ട് ഈ ഒരു ഉൽപ്പന്നം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എനർജി, നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്ന എനർജിയെ കൃത്യമായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. ഉണ്ടാകാൻ വളരെ ഈസിയാണ്. ഇതിൽ നമുക്കൊരു 2 സാഷറ്റ് നമുക്ക് ഡെയിലി ഒരു ദിവസം നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നല്ലെങ്കിൽ നമുക്കൊരു കപ്പ് ചൂടുവെള്ളം എടുക്കാം, അല്ലെങ്കിൽ ഒരു 100 ml ചൂടുവെള്ളം എടുക്കാം. അതിലേക്ക് ഒരു സാഷറ്റ് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു ഗ്ലാസ് നമ്മൾ എടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒറ്റ വലിക്കായിട്ട് കുടിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നാണെങ്കിൽ കുറച്ച് തേൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ മസ്റ്റായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കരുത്. അത് നമ്മൾ മസ്റ്റായിട്ട് ഷുഗർ കട്ട് എന്ന നിലയിൽ തന്നെ നമ്മൾ നോക്കാം. മധുരം താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വെറും മധുരമൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതും നമ്മൾ അഡൽട്സിന് വേണ്ടിയാണ്, മുതിർന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനി നമ്മൾ ഇന്ന് ടൈം ടേബിൾ വേസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്, ഏതെല്ലാം രീതിയിലാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ 8 മണിക്കാണ് അയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്ന് വിചാരിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 7:30 ആകുമ്പോൾ അയാൾ ഫാറ്റ് ബേർണർ ക്യാപ്സ്യൂൾസ്, വെയിറ്റ് കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്, ഫാറ്റ് ബേർണർ ക്യാപ്സ്യൂൾ കഴിക്കുക. അതിനുശേഷം 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് മീൽ റീപ്ലേസ്മെന്റ് ന്യൂട്രീഷണൽ ഷേക്ക് കുടിക്കുക. അതിലേക്ക് തന്നെ നമുക്ക് ഈ പറയുന്ന ഷേക്കിലേക്ക് നമുക്ക് ഈ പറയുന്ന പ്രോട്ടീൻ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഉൽപ്പന്നം നമ്മൾ രാവിലെ 8 മണിക്ക് തന്നെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഒരു 12:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും, അതായത് നമ്മുടെ
ലഞ്ച് കഴിക്കുന്നതിന് 1 മണിക്കൂർ മുൻപാണ് നമ്മൾ ഫാറ്റ് ബേർണർ പ്രിമിക്സ് നമ്മൾ കഴിക്കേണ്ടത്. അതായത് ഭക്ഷണത്തിന് തൊട്ട് മുമ്പല്ല നമ്മൾ ഈ ഒരു സാധനം കഴിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുന്നത് ലഞ്ച് കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മളത് കഴിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം 1:30 ആകുമ്പോഴേക്കും നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചോറ് കുറവും കാർബൺ കൂടുതൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പറഞ്ഞ ഫാറ്റ് ബർണർ പ്രിമിക്സ് ഒന്നും കൂടി കഴിക്കാം. ചൂടുവെള്ളത്തിൽ ചേർത്ത് നമുക്കത് കഴിക്കാം. പിന്നെ ഒരു 7 മണി സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മീൽ റീപ്ലേസ്മെന്റ് ന്യൂട്രീഷണൽ ഷേക്ക് പ്രോട്ടീൻ പൗഡർ ചേർത്ത് കഴിക്കാം. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ ഉള്ള വെയിറ്റ് നമുക്ക് മാനേജ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടത് ഈ രീതിയല്ല, കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആള് 8 മണിക്ക് അരമണിക്കൂർ മുമ്പായിട്ട് ഫാറ്റ് ബർണർ നമ്മൾ ക്യാപ്സ്യൂൾ കഴിക്കുക. അതിനുശേഷം 8 മണിയാകുമ്പോൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കുക. കൃത്യമായിട്ട് നമ്മൾ കാലറി നോക്കിക്കൊണ്ട് നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് മാത്രം നമ്മൾ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുക. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ഡയറ്റ് പ്ലാനിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യല്. പിന്നീട് നമുക്കൊരു 12:30 ആകുമ്പോൾ ഫാറ്റ് ബർണറിന്റെ പ്രിമിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുത്ത് അത് കഴിക്കാം. 1:30 ആകുമ്പോൾ നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുറച്ച് ചോറും കൂടുതൽ പച്ചക്കറിയും അടങ്ങിയിട്ടുള്ള ലഞ്ച് കഴിക്കാം. 4 മണിക്ക് പിന്നെയും ഫാറ്റ് ബർണർ പ്രിമിക്സ് ആണ് കഴിക്കേണ്ടത്. ഇത് കഴിക്കേണ്ടത് നമ്മുടെ ലഞ്ചിനും ഡിന്നറിനും ഇടയിലുള്ള ഒരു സമയത്താണ് നമ്മൾ കഴിക്കുന്നത്. അതാണ് 4 മണി ഈവനിങ് സമയം പറയുന്നത്. അതാകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷവും അതുപോലെ രാത്രിക്ക് മുമ്പും എന്നൊരു സമയമാണ് നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് കഴിക്കുക. നമ്മൾ എപ്പോഴും ഡിന്നർ സമയം പറയുന്നത് ഒരു 7 മണി 8 മണിക്ക് മുമ്പായിട്ട് മാക്സിമം ഡിന്നർ കഴിക്കാനാണ് എപ്പോഴും ഡോക്ടേഴ്സും ഡയറ്റീഷ്യൻസും റെഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 7 മണിക്ക് തന്നെ നമ്മൾ മാക്സിമം മീൽ റീപ്ലേസ്മെന്റ് ന്യൂട്രീഷണൽ ഷേക്ക് കുടിക്കാൻ ശ്രമിക്കുക. ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡിന്റെ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഒരു സപ്ലിമെന്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത് മാത്രമല്ല നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ് ജേർണിയിൽ പ്രധാനം. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യം മാത്രമല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യവും വേണം. നമ്മൾ നമ്മുടെ ശരീരം അനക്കാനും കൂടി ശ്രദ്ധിക്കുക. ചിലപ്പോ ചെറിയൊരു നടത്തായിരിക്കാം. നമ്മളെ തുടക്കം തന്നെ 10 കിലോമീറ്റർ നടക്കണം എന്നല്ല പറയുന്നത്. ആദ്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു 20 മിനിറ്റ് നടക്കുക, പിന്നെ അത് അരമണിക്കൂറാക്കി കുറയ്ക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റ് കൂട്ടി കൂട്ടി ഓരോ ദിവസം കുറച്ച് കുറച്ചായിട്ട് കൂട്ടി കൂട്ടി വേണം നമ്മൾ നമ്മുടെ എക്സസൈസ് ചെയ്യാനായിട്ട്. ആദ്യമേ ചെന്ന് എല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരം അത് എല്ലാം കൂടി അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന യോഗ ആയിരിക്കാം, അല്ലെങ്കിൽ വർക്കൗട്ട് ആയിരിക്കാം, വാക്ക് ആയിരിക്കാം, നടത്തമായിരിക്കാം. എന്തായാലും ചെറിയൊരു സ്ട്രെച്ചിങ്ങോട് തന്നെ തുടങ്ങുക. കൈയും കാലും ഒന്ന് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്തതിനു ശേഷം നടക്കാൻ പോവുക, വർക്കൗട്ട് ചെയ്യുക, യോഗ ചെയ്യുക. ഇതെല്ലാം ചെയ്യുകയും ഇതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ബോഡി ഫിറ്റ്നസ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫിറ്റ്നസും ഹെൽത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനെല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ പ്രൊഡക്ട് ട്രെയിനിങ് സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി പറയുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ജെറീനമ്മോ. ഞാൻ ഓഡിബിൾ ആണോ അല്ലേ? ഓഡിബിൾ ആണ് സാർ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ നമ്മുടെ മോദി കെയറിന്റെ പ്രോഡക്റ്റ് റേഞ്ചിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റ് റേഞ്ച്. എനിക്ക് തോന്നുന്നു നമ്മുടെ റീജിയണൽ ട്രെയിനർ ജോമാൻ സാറിന്റെ ട്രെയിനിങ്ങിന് ശേഷം നമുക്ക് കിട്ടുന്ന മറ്റൊരു സെഷനാണ് ഇന്നിപ്പോ ജെറീന എടുത്തത്. വളരെ നല്ല രീതിയിൽ വളരെ വിശദമായിട്ട് തന്നെ ആ ഉൽപ്പന്നങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയില് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന, ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ ഒരു വെയിറ്റ് മാനേജ്മെന്റ് മേഖല എന്ന് പറയുന്നത്. ഈ മേഖലയിൽ ധാരാളം ബിസിനസ് ചെയ്യുന്ന, കോടിക്കണക്കിന് രൂപ ബിസിനസ് ചെയ്യുന്ന മറ്റ് കമ്പനികളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു മേഖലയിലേക്കാണ് കഴിഞ്ഞ 29 വർഷത്തെ പാരമ്പര്യമുള്ള മോദി കെയർ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ
നിലവിലുള്ള നമ്മുടെ മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പ്രൊമോട്ട് ചെയ്തുകൊണ്ടും അതിനോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഷെയർ ചെയ്യുന്നതിന് പരിചയപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു അറിവിലേക്ക് നമ്മളെല്ലാവരും അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഈ ഒരു മേഖല പരിചയപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചും നമ്മുടെ ബോഡി സിസ്റ്റത്തെ കുറിച്ചൊക്കെ കൂടുതൽ അറിവുണ്ടെങ്കിലാണ് നല്ല രീതിയിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അതിനോടൊപ്പം നമുക്കറിയാം ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളെ മാത്രം അപ്രോച്ച് ചെയ്യുന്നതിന് പകരം ഒരു മിഡിൽ ആൻഡ് അബോവായ കസ്റ്റമേഴ്സിനെയാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തേണ്ടത്. കാരണം താരതമ്യേന ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള വിലയൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തുക, പരിചയപ്പെടുത്തുക. അപ്പൊ അതിന് ഈ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, പരിചയപ്പെടുത്താനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അപ്ലയൻസിന്റെയോ നമ്മുടെ മറ്റ് ലീഡേഴ്സിന്റെ ഒക്കെ ഹെൽപ്പ് ഈ ഒരു മേഖലയെ കുറിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ സംസാരിച്ച ട്രീസ നമ്മുടെ ജെറീന മോൾക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ കോഴ്സിലേക്ക് പോകും. ഞാനൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ. ഇവിടെ നെറ്റ്വർക്കിന് അല്പം ഇഷ്യൂ ഉണ്ട്, എങ്കിലും ഷെയർ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ കാണുന്നുണ്ടെങ്കിലൊന്ന് പറയണേ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, ബിന്ദു വേണം, താങ്ക് യു. അപ്പോ ഇവിടെ സാധാരണ നമ്മുടെ ഒരു മോദി കെയറിന്റെ യാത്രയിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ യാത്രയിൽ ഓരോ വ്യക്തികളും, ഓരോ കൺസൾട്ടന്റ് അല്ലെ ഓരോ അഡ്വൈസറും കടന്നു പോകുന്ന, കടന്നു പോയിട്ടുള്ള അല്ലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു 5 സ്റ്റേജുകളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മൾ നേരത്തെയുള്ള ട്രെയിനിങ്ങുകളിലൊക്കെ ഒരുപക്ഷെ ഇത് കേട്ടിട്ടുണ്ടാവും. ഇന്ന് മോദി കെയർ ബിസിനസ്സിൽ ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം വരുമാനം വാങ്ങിക്കുന്ന ഓരോ വ്യക്തികളും ഇത്തരത്തിലുള്ള സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രസന്റേഷൻ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മൾ ഇതിൽ ഏതൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഒന്ന് പ്രൈമറി സ്റ്റേജാണ്. എന്താണ് പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മൾ ആരെങ്കിലും വഴിയായിട്ട് അല്ലെ, ഏതെങ്കിലും ഒരു അപ്ലൈൻ വഴിയായിട്ട്, സുഹൃത്ത് വഴിയായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബന്ധു വഴിയായിട്ടോ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഒരുപക്ഷെ ഹൗസ് മീറ്റിംഗിൽ പങ്കെടുത്തോ, ഒരു 1-to-1 പ്രസന്റേഷനിലോ കമ്പനിയുടെ മീറ്റിംഗിലൊക്കെ പങ്കെടുത്തായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ മേഖലയുടെ അത്ഭുതങ്ങൾ നമ്മളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നു. നിരവധിയായ സാധാരണക്കാരായ ആളുകള് വിജയിച്ച കഥകള്, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും. അല്ലെ, ശരിയല്ലേ? തീർച്ചയായിട്ടും മോട്ടിവേറ്റ് ചെയ്യും. നമ്മളെ ലീഡേഴ്സ് 1-2 പേരെ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കട്ടെ. നിങ്ങൾക്കൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഓമനക്കുട്ടൻ കൈയൊക്കെ പൊട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ മോട്ടിവേഷൻ ആയി നമ്മൾ മോദി കെയറിലേക്ക് ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് നമ്മുടെ ലീഡേഴ്സ് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ്. എന്തൊക്കെയായിരിക്കും? നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം, അല്ലെ? ഉൽപ്പന്നങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തണം. അതുകൂടാതെ പിന്നെന്താണ്? നമ്മൾ ഈ അവസരം മറ്റുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടണം. പത്തരത്തില് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളൊരു മെമ്മറി ജോഗറൊക്കെ തയ്യാറാക്കാനായിട്ടൊക്കെ പറയും, അല്ലെ? അപ്പോൾ ഈ അവസരത്തില് നമ്മൾ പൊതുവെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ ഈ ബിസിനസ് അവസരം പറയുന്ന സമയത്ത് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമായിരിക്കുമോ പൊതുവെ കിട്ടാറുള്ളത്? എല്ലാവരും വളരെ നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യാറുണ്ടോ? നമ്മുടെ പ്രോഗ്രാമിൽ കോ ഹോസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടാറുണ്ടോ പൊതുവെ? ഹലോ, കിട്ടില്ല. അതായത് കോ ഹോസ്റ്റ് ആയ ആളുകൾക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഞാൻ 3-4 പേര് കോ ഹോസ്റ്റ് ആക്കിയാണ്. കിട്ടാറുണ്ടോ ഡിയർ ലീഡേഴ്സ് കൺസൾട്ടൻസ്? നമ്മളെ നിരുത്സാഹപ്പെടുത്താറേ ഉള്ളു. ഓക്കെ കിട്ടാറില്ല. ഓക്കെ, നമ്മളെ നിരുത്സാഹപ്പെടുത്തും അല്ലെ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും അല്ലെ? ഈ ഒരു പ്രൈമറി സ്റ്റേജിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. നമ്മൾ എടുത്ത
തീരുമാനം ശരിയായിരുന്നോ? ഇത്തരത്തില് ആണ് കാര്യങ്ങളെങ്കിൽ ഞാൻ എങ്ങനെ എന്റെ ഈ ബിസിനസ്സിൽ ഒരു വിജയിയായിട്ട് മാറും? എങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രീമിലേക്ക് എനിക്ക് എത്താൻ പറ്റും? ഏഹ് ഇത് ജോയിൻ ചെയ്തത് ഒരു അബദ്ധമായി പോയോ? കാരണം നമ്മളെ സ്പോൺസർ ചെയ്ത ആളെ നമ്മൾ വിളിക്കുന്നു, കോൺടാക്ട് ചെയ്യുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു, മീറ്റിങ്ങുകളിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ നിരന്തരമായ അവരുടെ അല്ലെ ഒരു പ്രോത്സാഹനമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾ നമ്മളെ എൻകറേജ് ചെയ്യാതെ വരുമ്പോൾ നമുക്കൊരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ടല്ലേ? ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിപ്പോ മോദി കേരളെ ടോപ്പ് പോസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നുകൊണ്ട് ഒരു ലാഖ്പതിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പോലും ഇത്തരത്തില് ആദ്യകാലങ്ങളിൽ വളരെയധികം ഡെസ്പായ ഒരാളാണ്. ഞാൻ ജോയിൻ ചെയ്ത് എനിക്ക് 3 മാസം വരെ ഒരാളെ പോലും ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ നേരത്തെ മീറ്റിങ്ങുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ബന്ധുക്കൾ, അതേമാതിരി ഞാൻ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ എന്റെ സഹപ്രവർത്തകർ എന്ന് വേണ്ട എല്ലാവരും എന്നെ കൈ ഒഴിഞ്ഞ് ഞാൻ ഏതൊരു അബദ്ധത്തിൽ പോയി പെട്ടു എന്നുള്ള രീതിയിലാണ് അവർ എന്നോട് സംസാരിച്ചത്. എന്നോട് എന്റെ ഒരു പെട്രോൾ പമ്പിൽ ഒരു കസ്റ്റമർ വന്നത് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അതായത് 10 രൂപയാണെന്ന് കരുതി 100 രൂപ കൊണ്ടുപോയി നേർച്ചപ്പെട്ടിലിട്ടെന്ന് കരുതിയാൽ മതി എന്നാ പറഞ്ഞത്. അന്നത്തെ 10 രൂപയ്ക്കും 100 രൂപയ്ക്കും വലിയ വിലയുണ്ട്. അതായത് ഏതോ വലിയ അബദ്ധത്തിൽ പോയി ചാടി എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് എനിക്ക് കിട്ടിയിരുന്നത്. ഇത്തരത്തിലുള്ള പല പല റിജക്ഷൻസും നിങ്ങളിൽ പലരും ഫേസ് ചെയ്യുന്നുണ്ടോ? ശരിയല്ലേ? അപ്പോ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആയി ഇത് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ ഒന്ന് റിസൈൻ ചെയ്യാൻ തരും. അന്ന് മോദി കെയറിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ഫീസ് ഉണ്ടായിരുന്നു. 1950 സ്റ്റാർട്ടർ കിറ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് ഒരു മെമ്പർഷിപ്പ് കിട്ടുന്നത്. അപ്പൊ ഞാൻ എന്റെ അപ്ലൈനായിട്ടുള്ള ജസ്റ്റിൻ സാറിനോട് പറഞ്ഞു, എനിക്ക് അല്പം പൈസക്ക് അത്യാവശ്യമുണ്ട്, ഞാനൊന്ന് റിസൈൻ ചെയ്തോട്ടെ. അന്ന് ഗവൺമെന്റിലേക്ക് ടാക്സ് കഴിച്ച് ബാക്കിയുള്ള പൈസ തിരിച്ചു തരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ? നമ്മുടെ പലർക്കും അറിയാം. അപ്പൊ ജസ്റ്റിൻ സാറിന് എന്റെ രോഗം മനസ്സിലായി. സാറ് പറഞ്ഞു, ഇനി അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല, ഞാൻ എന്നെ സഹായിക്കാം, കുറച്ചും കൂടി ശ്രമിച്ചു നോക്കുന്നുള്ള ഒരു പ്രോത്സാഹനവും എൻകറേജിങ് തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ റിസൈൻ ചെയ്തില്ല. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത് പോയിരുന്നെങ്കിൽ ഇന്ന് മോദിക്ക് ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ജോഡി സേവർ ഒരിക്കലും ഉണ്ടാവില്ല. ശരിയാണോ? ശരിയാണോ? ഹലോ, യെസ് ആ സാർ. ശരിയാണ്. ഓക്കെ, ശരിയാണ്. അപ്പോ അപ്പോ ഇവിടെ ഒരു പ്രൈമറി സ്റ്റേജും ഒരു കൺഫ്യൂഷൻ സ്റ്റേജും നമ്മൾ കണ്ടു. പിന്നീട് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങി, ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ബിസിനസ്സിൽ വിജയിച്ച എല്ലാ വ്യക്തികളും തന്നെ ഇത്തരം സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. ഇതെല്ലാം തന്നെ ആദ്യകാലങ്ങളിൽ സംഭവിക്കാറുള്ളതാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇതിനെപ്പറ്റി ഉദ്ദേശിക്കുന്നതിൽ പറയാത്തത്? കാരണം ഇതൊരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ഇതിന്റെ ശരിയായ രീതിയിലുള്ള ട്രെയിനിങ്ങുകളിൽ അവർ പങ്കെടുത്തിട്ടില്ല. അവർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ അറിവില്ല, ഉൽപ്പന്നങ്ങളെ പറ്റി അറിയില്ല, ഈ ഒരു ആശയത്തെ പറ്റി അറിയില്ല. പൊതുവെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ തന്നെ നിരവധി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ചില കമ്പനികൾ മോശമായ കമ്പനികളാണ്. അതായത് പ്രൊഡക്റ്റുകൾ ഇല്ലാത്ത റിക്രൂട്ട്മെന്റ് കമ്പനികൾ, മണി ചെയിൻ പോലെയുള്ള കമ്പനികൾ. അപ്പൊ അതിനിടയിൽ കുറച്ച് കമ്പനികളാണ് ജെന്യൂൻ ആയിട്ടുള്ള മോദി കെയർ പോലെയുള്ള കമ്പനികൾ. അപ്പോൾ ജനങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്, അവർക്ക് വ്യക്തമായ ഒരു അറിവില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു അറിവ് മാത്രം ഉള്ളത് കൊണ്ട് ആണ് ഇവർ റിജക്ട് ചെയ്യുന്നത്. അപ്പൊ അതെന്തായാലും കുറെ കഴിയുമ്പോൾ അത് മാറിക്കോളും. അപ്പൊ ഇതിനെപ്പറ്റി വ്യക്തമായ അറിവുള്ള ആളുകളുമായിട്ട് ഇടപെട്ട് അവരുടെ ക്ലാസ്സുകൾ കേട്ട് അവരോടൊപ്പം സഞ്ചരിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിച്ചു. അല്ലെങ്കിൽ നമ്മളെല്ലാവരും അത് എത്തിയ ആൾക്കാരാണ്. ശരിയല്ലേ? ഒരു മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ മലയാളം എന്താണ്? ഒരു പക്വത വന്ന ആൾക്കാരെ. ശരിയല്ലേ? ഹലോ, ഓമനക്കുട്ടൻ സാറിനൊക്കെ അൺമ്യൂട്ട് ചെയ്യാട്ടാ. ഞാനത് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സംസാരിക്കാം. മിസ്റ്റർ ഓമനക്കുട്ടൻ ഞാൻ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മെച്യൂരിറ്റി സ്റ്റേജിൽ ആയി അല്ലേ? ഇപ്പൊ ഇവിടെയുള്ള മിക്കവാറും ആൾക്കാർ ആ ഒരു മെച്യൂരിറ്റി സ്റ്റേജിലല്ലേ? യെസ് ഓർ നോ? ആണോ? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരല്ലേ പലരും? അതെ, ജീവ Yes. ഉണ്ണികൃഷ്ണൻ മാഡം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി എന്താണ്? നമ്മളുടെ സംസാര രീതി മാറി, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മാറി, ഏത് തരത്തിലുള്ള നെഗറ്റീവ്സും ഒക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് നമ്മൾ എത്തി. നമ്മൾ സംസാരിക്കാൻ പഠിച്ചു, നമ്മൾ പുസ്തകങ്ങൾ വായിച്ചു, ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്തു, വീഡിയോസ് കണ്ടു. അപ്പോൾ എന്താണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രാധാന്യം? നമ്മുടെ സിസ്റ്റം എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ഭാവി എന്താണ്? ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ
കോടിക്കണക്കിന് ആളുകൾ വരാൻ പോകുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. നമ്മൾ മുമ്പേ പോകുന്ന പക്ഷികളാണ്. ഇന്ന് നമ്മളോട് നോ പറയുന്ന, നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നാളെ നമ്മുടെ കൂടെ വരും എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ എനർജറ്റിക് ആയി, നമ്മൾ പാഷനേറ്റ് ആയി. മറ്റുള്ളവർക്ക് മനസ്സിലായി നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഇവർ വളർന്നു കഴിഞ്ഞു. ഇനിയിപ്പോ ഇവനോട് ചേർന്ന് നിൽക്കുന്നതാണ്, അനുകൂലിക്കുന്നതാണ് നല്ലതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം റിജക്ട് ചെയ്ത ആൾക്കാരൊക്കെ നമ്മൾ സഹകരിക്കാൻ തുടങ്ങുന്നു. പല ആൾക്കാരും നമ്മളോട് ജോയിൻ ചെയ്യാൻ തുടങ്ങുന്നു. നമ്മൾ സ്കില്ല് ഡെവലപ്പായി, നമ്മൾ കൂടുതൽ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംഭവിക്കുന്നു, നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് എത്തുന്നു അല്ലെ. നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നു. ആദ്യം കിട്ടിയത് 100 രൂപയാണെങ്കിൽ പിന്നെ അത് 300, 500, 1000, 2000, 5000, 10,000 എത്തുന്നു. എന്റെ ആദ്യത്തെ വരുമാനം 112 രൂപയായിരുന്നു മോദി കെയറിൽ. ഫസ്റ്റ് ചെക്ക് 112 രൂപയായിരുന്നു. കുറെ കാലം ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. പിന്നീട് 300 ആയിരുന്നു. അങ്ങനെ 10,000-ന് മേലേക്ക് വരുമാനം എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ അന്നത്തെ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയത്. ആ വരുമാനം കൂടി കൂടി അന്ന് നമ്മൾ ട്രെയിനേഴ്സ് ക്ലാസ്സുകളിൽ പറയുമായിരുന്നു, നിങ്ങൾ വളരും തോറും വളരുന്ന വരുമാനം തരുന്ന കമ്പനിയാണ് മോദി കെയർ. എന്താണ് പറഞ്ഞത്? നിങ്ങൾ വളരും തോറും വളരുന്ന വരുമാനം തരുന്ന കമ്പനിയാണ് മോദി കെയർ. സാധാരണ മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ വളരുമ്പോൾ, നമുക്ക് പ്രായം കൂടുമ്പോൾ, നമ്മൾ വരുമാനം കൂടുമോ വരുമാനം കുറയുമോ? മറ്റു മേഖലകളിൽ, ഹലോ, മറ്റു മേഖലകളിൽ നമ്മൾ പ്രായം കൂടുമ്പോൾ, പ്രായമാകുമ്പോൾ, വയസ്സാകുമ്പോൾ നമ്മൾക്ക് വരുമാനം കൂടുമോ വരുമാനം കുറയും? വരുമാനം കുറയും. വരുമാനം വരുമാനം കുറയും. കുറയും അല്ലെ. റിട്ടയർമെന്റ് ആവും, ആർക്കും വേണ്ടാത്ത സ്റ്റേജിലെത്തും, പെൻഷൻ ആവും, പിന്നെ അല്ലെ. അതേസമയം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമുക്ക് വരുമാനം കൂടിക്കൊണ്ടിരിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പണ്ടത്തെ ഒരു ട്രെയിനിങ്ങിൽ കേട്ടത്, പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടോപ്പ് ലീഡർ ആണെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കൾ നിങ്ങളുടെ മുതുക് തടയി തരും, നിങ്ങളുടെ കാല് തിരുമ്മി തരും, നമ്മളെ എല്ലാ രീതിയിലും മസാജ് ചെയ്താൽ പെർഫെക്റ്റ് ആക്കി തരും എന്ന് പറയുന്ന നമ്മുടെ കൊച്ചുമക്കളും അല്ലെങ്കിൽ പേരക്കുട്ടികളും മറ്റുള്ളവരൊക്കെ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. എന്താ കാരണം എന്നറിയാമോ? എന്തായിരിക്കും കാരണം? കാല് തിരുമ്മി തരും എന്ന് പറയുന്ന, മുതുക് തടവി തരും എന്ന് പറയുന്ന, എന്താ കാരണം എന്നറിയാമോ? കാരണം പണം വരുന്നുണ്ട്. ഈ അപ്പൂപ്പന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ, ഈ അപ്പൂപ്പന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചിലപ്പോ ഒരു 6 വരുമാനമായിരിക്കും വരുന്ന മാസം മുതൽ ഈ തിരുമ്പുന്ന കൊച്ചുമോളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അതാണ് മോദി കെയറിന്റെ ശരിയായ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ റോയൽറ്റി അല്ലെ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഹലോ, പിന്നത്തെ അവസ്ഥയിൽ ഇപ്പോ ദൈവാനുഗ്രഹത്താല് ഞാൻ നല്ലൊരു പൊസിഷൻ എത്തി. എന്നെ പോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ മുൻപിൽ ഈ ഗ്രൂപ്പിൽ പോലും ഉണ്ട്. നമുക്കിനി നമ്മളുടെ ID നമുക്ക് നമ്മളുടെ അല്ലെ മറ്റൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് വേണ്ടപ്പെട്ട നമ്മളുടെ മകന്റെ പേരിലേക്കോ മകളുടെ പേരിലേക്കോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നാളെ മുതൽ കിട്ടുന്ന ആർക്കായിരിക്കും? അവർക്കായിരിക്കും അല്ലെ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് നമ്മളുടെ മുൻപിൽ തന്നെ ഉണ്ട്. നമ്മളെ ആരാധനായ നമ്മുടെ അപ്ലൈൻ ജസ്റ്റിൻ സാർ അല്ലെ. അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ നല്ല ഗവൺമെന്റ് ജോലി ആയിരുന്നുകൊണ്ട് അദ്ദേഹം ജോയിൻ ചെയ്തത് ആരുടെ പേരിലായിരുന്നു? അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേരിലാണ് ജോയിൻ ചെയ്തത്, മൈക്കിൾ TC. ഞാൻ നേരത്തെ എന്റെ അക്കൗണ്ടൊക്കെ നോക്കുമ്പോൾ എന്റെ അപ്ലൈന്റെ പേര് മൈക്കിൾ TC ആണ്, ജസ്റ്റിൻ സാറല്ല. എന്താ കാരണം? മൈക്കിൾ TC എന്ന് പറഞ്ഞ ജസ്റ്റിൻ സാറിന്റെ ഫാദറാണ്. കാരണം അദ്ദേഹത്തിന് ഗവൺമെന്റ് ജോലിയുണ്ട്, വൈഫിനും ഗവൺമെന്റ് ജോലിയുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ജസ്റ്റിൻ സാറിന്റെ ഫാദർ മരണപ്പെട്ടു. അപ്പോൾ എന്റെ കോപ്ലിക്കിന് എന്റെ സ്പോൺസർ ആരായിട്ട് മാറി? അദ്ദേഹത്തിന്റെ ഭാര്യയും ജസ്റ്റിൻ സാറിന്റെ അമ്മയുമായിട്ടുള്ള ട്രീസ മൈക്കിളായിട്ട് മാറി അല്ലെ. അപ്പോൾ മൈക്കിൾ TCയുടെ അക്കൗണ്ടിലേക്ക് എത്ര രൂപയാണ് വന്നുകൊണ്ടിരുന്നത്, അതേ വരുമാനമായിരുന്നു ട്രീസ മൈക്കിളിന്റെ പേരിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് എന്റെ അപ്ലൈൻ ആരാന്നറിയാമോ? ഇന്ന് എന്റെ അപ്ലൈൻ ശരിയായ രീതിയിലുള്ള ജോർജ് ജസ്റ്റിനാണ്. കാരണം ആ ട്രീസ മൈക്കിളിന്റെ പേരിലുണ്ടായിരുന്ന ആ ഒരു ID ജസ്റ്റിൻ സാറിന്റെ പേരിലേക്ക് മാറി. കാരണം എന്താണ്? അദ്ദേഹം റിട്ടയർ ആയി അല്ലെ. അപ്പോൾ നമ്മൾക്ക് ഈ പറയുന്നത് കിട്ടുന്ന വരുമാനം അടുത്ത തലമുറയ്ക്ക് അടുത്ത ആളുടെ പേര് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളോടൊപ്പം സ്വിറ്റ്സർലൻഡും സിംഗപ്പൂരൊക്കെ യാത്രയ്ക്ക് ഉണ്ടായിരുന്നു. ജബ്ബി സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ജബ്ബി സാർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് വാങ്ങിക്കുന്നത് അദ്ദേഹത്തിന്റെ മിസ്സസ് ആയിട്ടുള്ള ഫാത്തിമ ജബ്ബി സാർ. അദ്ദേഹത്തിന് റെയിൽവേ കോൺട്രാക്ട് ഉണ്ടായിരുന്നു, ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെ സകല ബിസിനസ് ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം മോദി കെയർ ഓപ്പർച്യൂണിറ്റിയാണ് സെലക്ട് ചെയ്യാനുള്ള കാരണം ഈ മോദി കെയർക്ക് നമുക്ക് നൽകുന്ന ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനുള്ള ഒരു അവസരമാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം മോദി കെയറിൽ വന്നത് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്.
ഇപ്പോ ഈ തവണ നിരവധി വ്യക്തികളാണ് ഇപ്പോഴും പോകുന്നത്. ഞാനും എന്റെ വൈഫും മകളും ഞങ്ങൾ മൂന്നുപേരും കൂടി പോകുന്നതിന് വേണ്ടി പാസ്പോർട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്തു. നമ്മളെ കേരള ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരുപാട് പേര് പട്ടായ ട്രിപ്പിന് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഇല്ല, ഇവിടെ ഈ ഗ്രൂപ്പിൽ തന്നെ പലരുണ്ട്. അത് മാത്രമല്ല, ഈ ട്രിപ്പിന് ക്വാളിഫൈഡ് ആവാത്ത ആളുകൾക്ക് വേണ്ടി അടുത്ത ട്രിപ്പ് അല്ലെ കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഗോവൻ ട്രിപ്പ് പറയുന്നുണ്ട്, അതുകൂടെ അടുത്ത ട്രിപ്പ് ഉടനെ അനൗൺസ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും അവസരം ഇവിടെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നു. പിന്നീട് എന്താണ്, നമ്മൾ പിന്നെ നമ്മുടെ സ്റ്റൈലൊക്കെ മാറി അല്ലെ, നമ്മുടെ പെർഫോമൻസ് ഒക്കെ മാറി നമ്മളൊരു എക്സ്പാൻഡിങ് സ്റ്റേജിലേക്ക് മാറുന്നു അല്ലെ. നമ്മളുടെ ചിന്തകളും സ്റ്റൈലൊക്കെ മാറുന്നു. നമ്മളൊരു ട്രെയിനറായിട്ട് മാറുന്നു അല്ലെ. നമ്മളൊരു ഗുരുവായിട്ട് മാറുന്നു. നമ്മൾ സംസാര രീതി മാറുന്നു. പിന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അല്ലെ. നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, നമ്മൾ ട്രെയിനിങ്ങൾ എടുക്കുന്നു, നമ്മൾ വീഡിയോകള് നമ്മൾ ഇറക്കുന്നു, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അല്ലെ. നമ്മളെ സ്റ്റൈൽ എല്ലാവരും എല്ലാം മാറി. ശരിയാണോ? ഞാനിവിടെ നെറ്റ്വർക്ക് സ്ലോ ആണതുകൊണ്ട് ഒന്ന് അതിന്റെ ഈ ഒരു വ്യൂ ഒന്ന് മാറ്റിയിടും. ഞാൻ ഓക്കെ, ഇപ്പോഴാണ് ക്ലിയർ ആയത്. ശരിയല്ലേ? അപ്പൊ അത് എക്സ്പാൻഡിങ് സ്റ്റേജ് ആണ്. അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള പല ആളുകളും ആ ഒരു എക്സ്പാൻഡിങ് സ്റ്റേജിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ സ്റ്റേജുകളിലൂടെയും നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു വലിയൊരു ജീനിയസ് ആയിട്ട്, ഒരു ടോപ്പ് ലീഡറായിട്ട് അല്ലെ, ഒരു ഫന്റാസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യുന്ന, എല്ലാ രീതിയിലും പക്ക പോസിറ്റീവായിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെ, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന, മറ്റുള്ളവരുടെ ലൈഫിൽ മാറ്റം വരുന്ന ശക്തരായിട്ടുള്ള ഒരു ലീഡേഴ്സ് ആയിട്ട്, നേതാക്കന്മാരായിട്ട് നമ്മൾ മാറുന്നു. ടോട്ടലി നമ്മൾ മാറിയിട്ടുണ്ടാവും അല്ലെ. എല്ലാത്തിലും പോസിറ്റീവ്. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, അത് സ്വന്തം ലൈഫിലായാലും, മോദിക്കാരൻ മാത്രമല്ല, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ കഴിവുള്ള, ചങ്കുറ്റുള്ള, ധൈര്യമുള്ള, കാര്യപ്രാപ്തിയുള്ള ആളുകളായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു ബിസിനസിന്റെ മറ്റൊരു പ്രത്യേകത. ശരിയാണോ? ശരിയാണോ? ഹലോ. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മായമില്ലാത്ത നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ സപ്ലിമെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഒന്നും റിഫ്രഷ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവുന്നു. നമ്മളുടെ പ്രാർത്ഥനയും നമ്മുടെ മെഡിറ്റേഷനും എല്ലാം നമ്മളെ മെന്റലി നമ്മളെ ഫിറ്റ് ആക്കുന്നു. അങ്ങനെ ഓരോ വളരെ ഹെൽത്തി ആയിട്ടുള്ള, വെൽത്തി ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ലൈഫിലേക്ക് നമ്മൾ എത്തുന്നു അല്ലെ. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ മോദിക്കാൻ ഏറ്റവും വലിയ പ്രത്യേകത. അത്തരത്തിലുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന ഒന്ന് രണ്ട് മാറ്റങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്കറിയാം, നമ്മൾ മോദി കെയറിന്റെ 28 വർഷത്തെ ചരിത്രത്തില് ഏറ്റവും മനോഹരമായ ഒരു മാർക്കറ്റിംഗ് പ്ലാനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ. ഒരുപക്ഷെ നമ്മൾ ചെയർമാന്റെ പേരോട് ചേർത്ത് അല്ലെ ഒരു പ്ലാൻ. ആ പ്ലാൻ എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അല്ലെ. സമീർ മോദി ആസാദി പ്ലാൻ അത്തരത്തിലുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ചെറിയ വരുമാനത്തിൽ നിന്ന് അതിന്റെ 10 വരുമാനത്തിലേക്കൊക്കെ ലീഡേഴ്സ് എത്തിയത് സമീർ മോദി ആസാദി പ്ലാൻ വന്നപ്പോഴാണ്. അത് 2015 വീണ്ടും ഒരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുതിയ പ്ലാൻ വന്നിരിക്കുന്നത്. ഒരു പെർഫെക്റ്റ് പ്ലാൻ അല്ലെ. എല്ലാ തരത്തിലുള്ള ആളുകളെയും ഹാപ്പിയാക്കുന്ന പ്ലാൻ. ലോയൽറ്റി നമുക്ക് 30,000 വരെ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. 1 രൂപയ്ക്ക് റീപർച്ചേസ് പ്രോഗ്രാം കിട്ടുന്നു അല്ലെ. നമുക്ക് ബിസിനസ് മൈൻഡുള്ള ആൾക്കാരെ മാത്രം നമ്മൾ അഡ്വൈസറായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. അവരുടെ കയ്യിൽ നിന്ന് ആധാർ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും മേടിച്ചാൽ മതി. പ്രോഡക്റ്റ് മാത്രം വേണ്ട ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിഫേർഡ് കസ്റ്റമറായിട്ട് നമുക്ക് കൊണ്ടുവരാം. എങ്കിലും ഈ പ്രിഫേർഡ് കസ്റ്റമറുടെ എല്ലാ വോളിയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അച്ചീവ്മെന്റിലേക്ക് എത്താം. അങ്ങനെ ഈ ആധാർ കാർഡ് ചോദിക്കുമ്പോൾ ഒരു വിഷമം അല്ലെ, ബിസിനസ് മൈൻഡില്ലാത്ത ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിച്ച് അല്ലെ അവരെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് അല്ലെ. ഇനിയിപ്പോ ബിസിനസ് മൈൻഡുള്ള ആൾക്കാർക്ക് മാത്രം അത്തരത്തിലുള്ള സർവീസ് കൊടുത്താൽ, മറ്റുള്ളവർക്ക് പ്രോഡക്റ്റ് ട്രെയിനിങ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ അതുകൂടാതെ നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിന് കിട്ടുന്ന 3 വ്യത്യസ്തമായ വരുമാനം അല്ലെ. ഡയറക്ടർ ബോണസും ട്രാവൽ ഫണ്ടും വെഹിക്കിൾ ഫണ്ടും അല്ലെ. അവരുടെ വരുമാനം എല്ലാം കൂടുന്ന ഒരു സ്റ്റേജ് വെറും 4 ഗ്രൂപ്പിൽ മോദി കെയർ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്താവുന്ന, അങ്ങനെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് മോദി കെയറിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ആ ഒരു സ്വീറ്റ്നെസ്, ആ ഒരു മധുരിമ, ആ ടേസ്റ്റ് നമുക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോഴും പറയാറുള്ള പോലെ ഫ്രൂട്ട്സ് നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ, ഫലങ്ങൾ നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ,
ആ സുഗന്ധം നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ, ആ രുചി നമുക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് പണിയെടുക്കേണ്ടത്? നമ്മൾ റൂട്ട്സിലാണ് പണിയെടുക്കേണ്ടത്, അല്ലെ? ഫ്രൂട്ട്സ് കിട്ടാൻ വേണ്ടി നമ്മൾ റൂട്ട്സിൽ പണിയെടുക്കണം, വേരിൽ, അല്ലെ? വേരിൽ ട്രീറ്റ് ചെയ്യണം. എന്താണ് വേര്? നമ്മുടെ കോൺസെപ്റ്റ്, ഉൽപ്പന്നങ്ങൾ, നമ്മൾ അവസരം പരമാവധി ആളുകളിലേക്ക് യാതൊരു ഈഗോയും കൂടാതെ എത്തിക്കുക. ജീവിതത്തിൽ വിജയിച്ച എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള തങ്ങളുടെ മഹത്തായ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിച്ചവരാണ്. ലോകത്തിലെ ആദ്യത്തെ നെറ്റ്വർക്കർ എന്ന് പറയുന്നത് ആരാണ്? ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? സാധാരണക്കാരായ മുക്കുവന്മാരെ അദ്ദേഹം കണ്ടെത്തി അവരെ പ്രവാചകന്മാരാക്കി മാറ്റി, അല്ലെ? എന്ന് പറയുന്ന പോലെ തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു അവസരം അന്വേഷിച്ച് നടക്കുന്ന, എന്നാൽ അനുകൂല സാഹചര്യങ്ങളില്ലാത്ത, വിദ്യാഭ്യാസം കുറഞ്ഞ, അല്ലെങ്കിൽ മറ്റ് പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാരില്ലാത്ത, സ്വപ്നങ്ങളില്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് മോദി കെയറിന്റെ സൂപ്പർ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളിലൂടെ, സൂപ്പർ പ്ലാനിലൂടെ അവരെ അസാധാരണക്കാരാക്കി മാറ്റുക, അല്ലെ? സീറോ ആയ ആൾക്കാരെ ഹീറോ ആക്കി മാറ്റുക, ഓർഡിനറി ആയ ആൾക്കാരെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റുക, അല്ലെ? മണ്ടന്മാരായ ആൾക്കാരെ ഡയമണ്ട്സ് ആക്കി മാറ്റുക, പാപ്പരായ ആൾക്കാരെ പ്രോപ്പർ ആക്കി മാറ്റുക, അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും റൂട്ട്സിൽ പണിയെടുക്കുക, എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുക, പ്രോഗ്രാമുകളിലെ ഗസ്റ്റുകളെ ക്ഷണിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. ആരെങ്കിലും നമ്മളെ നെഗറ്റീവ് ആക്കാൻ, അല്ലെങ്കിൽ നമ്മളെ എന്താണ് ഡിസ്കറേജ് ചെയ്യാൻ, ഡിമോട്ടിവേറ്റ് ചെയ്യിക്കാൻ, ആത്മവിശ്വാസം കളയാൻ ആരെങ്കിലുമൊക്കെ നമ്മളെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ, അത് ആരാണ് പറയുന്നത്? അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അവരുടെ ഹിസ്റ്ററി എന്താണ്? അവർക്ക് മോദി കെയറിന്റെ, അല്ലെ, ഈ കമ്മ്യൂണിറ്റിയിൽ അവരെത്തരത്തിലാണ് പെരുമാറിയിരുന്നത്? അവർക്ക് നമ്മുടെ സമൂഹത്തിലുള്ള പേരെന്താണ്? ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ അവരുടെ നെഗറ്റീവ് കമന്റ്സോ അല്ലെങ്കിൽ അവർ നമ്മളെ നെഗറ്റീവ് ആക്കാവുന്ന സംസാരങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാൻ പാടുള്ളൂ. പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ, പോസിറ്റീവായിട്ടുള്ള പുസ്തകങ്ങളിൽ, പോസിറ്റീവായിട്ടുള്ള വീഡിയോകളിലൊക്കെ ആയിരിക്കുക. നമ്മളെ എൻകറേജ് ചെയ്യുന്ന ആളുകളുമായിട്ട് മുൻപോട്ട് പോവുക. അപ്പൊ എല്ലാവർക്കും വലിയൊരു സക്സസ് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും മോദി കെയർ ഓപ്പർച്യൂണിറ്റി എല്ലാവരുടെയും ഡ്രീംസ് ഫുൾഫിൽ ചെയ്യും. അതിന് നല്ലൊരു മാർക്കറ്റിംഗ് പ്ലാൻ, നല്ലൊരു MD, നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. അപ്പൊ എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം അതിന്റെ പേരിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ബൈ. ഗുഡ് നൈറ്റ്. Thank you, sir. Thank you all. താങ്ക് യു ഓൾ.